നാക്കിൽ ക്യാൻസർ ബാധിച്ച് നാക്ക് മുറിച്ചു മാറ്റേണ്ടി വന്ന പ്രവാസി മലയാളി ദുരിതത്തിൽ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ തിരുവനന്തപുരം കല്ലറ പാങ്ങോട് സ്വദേശിയായ സാജുവാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. ഭക്ഷണം കഴിക്കാനാവാതെയും സംസാരിക്കാനാവാതെയും എന്തിനധികം കുടുംബത്തെ സംരക്ഷിക്കാൻ പോലും ആവാതെ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിതം നയിക്കുമെന്ന ആശങ്കയിൽ കഴിയുകയാണ് ഈ ചെറുപ്പക്കാരൻ. രണ്ടു വർഷം സൗദിയിലായിരുന്ന സാജു നാട്ടിലെത്തിയപ്പോഴാണ് താൻ രോഗാതുരനായ വിവരം അറിയുന്നത്. ഭാര്യയും 5 വയസ്സുള്ള ഒരു മോനും അടങ്ങുന്ന കുടുംബത്തിന് അത് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. നാക്കിൽ ചെറിയൊരു തരിപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് ആശുപത്രിയിൽ എത്തിയത്. ഡോക്ടർമാരുടെ സ്ഥിരീകരണമുണ്ടായപ്പോൾ പിന്നീട് ജീവിതം തന്നെ തകർന്നു. മരുഭൂമിയിൽ അധ്വാനിച്ച് സമ്പാദിച്ചതെല്ലാം ചികിത്സയ്ക്കായി ഇപ്പോൾ ചിലവിട്ടു കഴിഞ്ഞു. തിരുവനന്തപുരം RCCയിലാണ് ചികിത്സ നടത്തിയത്. കടവും മറ്റും വാങ്ങിയും ആകെയുള്ള 7 സെന്റ് സ്ഥലവും കിടപ്പാടവും വിറ്റാണ് ചികിത്സ നടത്തിയത്. നല്ലൊരു തുക ചികിത്സയ്ക്കായി മാത്രം വേണ്ടിവന്നു. അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് ശേഷവും കടത്തിന്മേൽ കടം മാത്രം ബാക്കി. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. 26 പ്രാവശ്യം റേഡിയേഷൻ വേണ്ടി വന്നു. അതിനുശേഷം നാക്കിന്റെ 1/4 ഭാഗത്തോളം മുറിച്ചു മാറ്റി അവിടെ നെഞ്ചിൽ നിന്ന് മാംസം വച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ സാജു. 2 വർഷമായി ഖരരൂപത്തിലുള്ള ആഹാരം കഴിച്ചിട്ടില്ല. ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മാത്രമേ ഇപ്പോൾ കഴിക്കുവാൻ സാധിക്കുന്നുള്ളൂ. ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റുവാൻ വളരെ ബുദ്ധിമുട്ടുകയാണ് സാജു. ഭാര്യ സിജി ട്യൂഷൻ പഠിപ്പിച്ചു കിട്ടുന്ന തുച്ഛമായ തുക മാത്രമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ വരുമാനം. നാവില് പൊള്ളല് പോലെ നിന്ന് മുറി ഉണങ്ങാതെ വന്നപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചു. പനിയൊക്കെ വന്നു ഡോക്ടറെ കാണിച്ചു. സംസാരിക്കില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു പോയത്. ഡോക്ടർ പറയുന്നത് കാലക്രമേണ മാറുമെന്ന് പറയുന്നു. പിന്നെ ഇപ്പോൾ ഉള്ള പ്രധാന പ്രശ്നം ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല. ഇപ്പൊ ലിക്വിഡായിട്ടുള്ള ഭക്ഷണമാണ്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ആകെയുള്ള 5 സെന്റ് പണിയപ്പെടുത്തിയാണ് ചികിത്സിച്ചത്. ഇപ്പൊ വീടോ ഒന്നും ഞങ്ങൾക്കില്ല. ഇവിടെ അനിയത്തിയുടെ കൂടെയാണ് താമസിക്കുന്നത്. മാസം എങ്ങനെയായാലും 14,000 രൂപയാവും ചിലവുണ്ട്. ഇപ്പൊ ഞാൻ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നു. പോയി എടുക്കും, വീട്ടിലും ട്യൂഷൻ എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിത്യ ചെലവുകൾ നടന്നു പോകുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രവാസികളും ഞങ്ങളെ സഹായിക്കണം. നാട്ടുകാരും വീട്ടുകാരും സഹായിച്ചാണ് ഇതുവരെ ചികിത്സാ ചെലവും ജീവിത ചെലവുമായി മുന്നോട്ടു പോയത്. 2 മാസം കൂടുമ്പോൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകേണ്ടി വരുന്നുണ്ട്. അതിനുപോലും പൈസ തികയാത്ത അവസ്ഥ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. മകനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുവാനും വാടക വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനത്തിനായും കാത്തിരിക്കുകയാണ് ഈ കുടുംബം. നല്ലവരായ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ സഹായിക്കും എന്ന പ്രതീക്ഷയോടെ.